everyone. iPlus Training Solutions in HSST Mathematics കോഴ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ഈ HSST എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം 10 മൊഡ്യൂൾസ് ആണ് നമ്മുടെ സബ്ജക്റ്റ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ അതിനകത്ത് 8ാമത്തെ മൊഡ്യൂളാണ് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. 8ാമത്തെ മൊഡ്യൂളാണ് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷണൽ അനാലിസിസിൽ നമുക്കറിയാം ഈ ഒരു മൊഡ്യൂളിനകത്തു നിന്നും 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ അനാലിസിസിൻ്റെ സിലബസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തു നിന്നും 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അതേപോലെ സിമിലർ ആയിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾ 8 ഫങ്ഷണൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PYQ സെഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let x, y be elements of a Hilbert space H such that norm x is equal to 3, norm y is equal to 4, norm of x plus y is equal to 7. Then what is norm of x minus y? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി NVT ജൂനിയർ 2024 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മുടെ ഈ ഫങ്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സും വൈയും എലമെന്റ്സ് ഓഫ് എ ഹിൽബർട്ട് സ്പേസ് ആണ്. അപ്പോൾ എന്താണ് ഹിൽബർട്ട് സ്പേസ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹിൽബർട്ട് സ്പേസ് എന്തായിരുന്നു? ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിൽബർട്ട് സ്പേസ്. ദിസ് ഇസ് ആക്ച്വലി കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയുക? ഓർക്കുന്നുണ്ടോ? യെസ്, അവിടുത്തെ കോഷി സീക്വൻസുകളൊക്കെ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ്, ആ ലിമിറ്റും എവിടെ തന്നെ ഉണ്ടാകണം? ആ സ്പേസിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അവർ കംപ്ലീറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഹിൽബർട്ട് സ്പേസ് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും ഒക്കെ നമ്മുടെ ഹിൽബർട്ട് സ്പേസ് എച്ചിലെ എലമെന്റ്സ് ആണ്. ആൻഡ് norm of x is equal to 3, norm of y is equal to 4 and norm of x plus y is equal to 7. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. norm of x is equal to 3, norm y is equal to 4 and norm of x plus y is equal to 7. and നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് norm of x minus y എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്തായിരുന്നു അത്? യെസ്, പാരലലോഗ്രാം ലോ അല്ലേ. പാരലലോഗ്രാം ലോ എന്താണ് ഈ ലോയിൽ പറയുന്നത്? നോം ഓഫ് എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് നോം എക്സ് സ്ക്വയർ പ്ലസ് നോം വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാരലോഗ്രാം ലോയിൽ പറയുന്നത്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഇവിടെ ഈ തന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ നോം ഓഫ് എക്സ് മൈനസ് വൈ കണ്ടുപിടിച്ചൂടെ? നോക്കാം. ഓക്കെ, സോ നോം എക്സ് മൈനസ് വൈ നമ്മുടെ കയ്യിലില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നോം എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് നോം എക്സ് പ്ലസ് വൈ എന്താ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 7. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് what was norm x? 3 and norm y is 4. അപ്പോൾ 3 square plus 4 square. Okay, so norm x minus y square plus 49 is equal to 2 into 9 plus 16 ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോം എക്സ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 49 ഇസ് ഈക്വൽ ടു 16 പ്ലസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ആണ്. 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 50. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് കിട്ടി? നോം എക്സ് മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 50 മൈനസ് 49 വിച്ച് ഇസ് 1. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി നോം എക്സ് മൈനസ് വൈ? യെസ്, നോം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 ആയിരിക്കും. നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുമ്പോൾ
1ഉം -1ഉം ആകാം, പക്ഷേ നോം എപ്പോഴും ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സോ നോം ഓഫ് x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 1. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം PSC എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഫങ്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് ഇസ് ആക്ച്വലി പാരലോഗ്രാം ലോ. ഓക്കെ, അടുത്ത ചോദ്യം. എ ബൗണ്ടഡ് ഓപ്പറേറ്റർ A from H to H, where H is a Hilbert space, is called self-adjoint if and only if. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന പ്രോഡക്റ്റ് AXY is equal to 0, ഇന്ന പ്രോഡക്റ്റ് AXY is equal to 1, ഇന്ന പ്രോഡക്റ്റ് AXY is equal to ഇന്ന പ്രോഡക്റ്റ് XAY for all XY belongs to H and none of these. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതും NVT ജൂനിയർ 2024 നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ H എന്ന് പറയുന്ന സ്പേസ് ഹിൽബർട്ട് സ്പേസ് ആണ്. ഓക്കെ, ആൻഡ് എ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എച്ചിൽ നിന്ന് എച്ചിലേക്ക് തന്നെയുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. സോ ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി എ ബിലോങ്സ് ടു BLH. ഓക്കെ, അപ്പോൾ സെൽഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഈ ഓപ്പറേറ്ററിനെ സെൽഫ് അഡ്ജോയിന്റ് എന്ന് വിളിക്കുക? അപ്പോൾ സെൽഫ് അഡ്ജോയിന്റ് അറിയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഒരു ഓപ്പറേറ്ററിന്റെ അഡ്ജോയിന്റ് എന്ന് അറിയണം, വേണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഓപ്പറേറ്ററിന്റെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, let's see, let H be a Hilbert space, let H be a Hilbert space and A belongs to BLH. BLH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷൻ ആണ് അല്ലേ. ഓക്കെ, then there exists a unique B belongs to BLH. അങ്ങനെയാണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള മറ്റൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ B എന്ന് പറയുന്നത് നമ്മുടെ ഹിൽബർട്ട് സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് for every xy belongs to H, such that for every xy belongs to H, AXY inner product AXY is equal to XBY inner product XBY, inner product AXY is equal to XBY inner product XBY. ഓക്കെ, ഈ യുണീക്ക് ആയിട്ടുള്ള എലമെന്റ് B, അതായത് B എന്ന് പറയുന്ന ആ യുണീക്ക് ആയിട്ടുള്ള ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന്. ഓക്കെ, അപ്പോൾ ബി യെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എയുടെ നൊട്ടേഷൻ ആണ് എ സ്റ്റാർ. ഓക്കെ, എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ അഡ്ജോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എ സ്റ്റാർ എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്ജോയിന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ കയ്യിൽ ഒരു ഹിൽബർട്ട് സ്പേസ് ഉണ്ടായിരുന്നു. ഹിൽബർട്ട് സ്പേസിലെ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് എ എങ്കിൽ ആ ഓപ്പറേറ്ററിന്റെ അഡ്ജോയിന്റ് എ സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ യുണീക്ക് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഓൺ ദിസ് ഹിൽബർട്ട് സ്പേസ് ബി സച്ച് ദാറ്റ് ഇന്നർ പ്രോഡക്റ്റ് AXY ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് XBY. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്ജോയിന്റ് ആകാൻ നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സെൽഫ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ സെൽഫ് അഡ്ജോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ ഈസ് സെൽഫ് അഡ്ജോയിന്റ് ഇഫ്, എപ്പോഴും നമ്മൾ സെൽഫ് അഡ്ജോയിന്റ് ആണെന്ന് പറയാ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ അഡ്ജോയിന്റ് ആര് തന്നെ നമുക്ക് കിട്ടണം? യെസ്, എ തന്നെ കിട്ടണം. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ആക്ച്വലി ആരെ തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അതായത് ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ബി നമുക്ക് ആരെ കിട്ടണം? എ കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇന്നർ പ്രൊഡക്റ്റ് AXY is equal to ഇന്നർ പ്രൊഡക്റ്റ് XBY എന്ന് പറഞ്ഞപ്പോൾ ബി ആയിരുന്നു അഡ്ജോയിന്റ്. അപ്പോൾ സെൽഫ് അഡ്ജോയിന്റ് ആകണമെങ്കിൽ ബിയുടെ സ്ഥാനത്ത് ആരെ തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. AY for all XY belongs to H. വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഓക്കെ, സോ ആൻസർ എന്താ വരിക? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? യെസ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി.
inner product AXY is equal to X, inner product XAY for all XY belongs to H. ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് സെൽഫ് അഡ്ജോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ പറഞ്ഞു NVT ജൂനിയർ 2024 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഫംഗ്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡു നോട്ട് ഡിഫൈൻ എ നോം ഇൻ R2? ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ R2ൽ ഒരു നോം അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R2ൽ നമുക്ക് വളരെ പരിചയമുള്ള കുറച്ച് നോമുകളുണ്ട്. ഒന്ന് 1 നോം, 2 നോം, P നോം, സൂപ്പ് നോം അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ഓപ്ഷനിലേക്ക് നോക്കിക്കേ, വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ. R2ലെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കമ്പോണന്റ് ഉണ്ടാവും? 2 കമ്പോണന്റ് ഉണ്ടാവും. അതായത് നമ്മുടെ എക്സ് വൈ എന്ന് പറയുന്ന ആള് R2ൽ ഉണ്ടാകും അല്ലേ? എക്സ് വൈ എന്ന് പറയുന്ന ആൾ R2ൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻസിൽ ആരൊക്കെയാണ് നോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് നത്തിങ് ബട്ട് ഇത് ആരാ? നമ്മുടെ സൂപ്പ് നോം ആണ് അല്ലേ? ദിസ് ഇസ് ആക്ച്വലി അവർ സൂപ്പ് നോം. ഓക്കെ, അതായത് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് ഇറ്റ് ഇസ് സൂപ്പ് നോം. നമുക്കറിയാം R2ലെ നോമാണ് സൂപ്പ് നോം അല്ലേ? നമുക്ക് വളരെ പരിചയമുള്ള 4 നോമുകളാണ്. ഒന്ന് 1 നോം, 2 നോം, P നോം ആൻഡ് സൂപ്പ് നോം. അതിൽ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോം ആണെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നോം അല്ലാത്തത് എന്നാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ഓപ്ഷൻ സി? യെസ്, ഓപ്ഷൻ സിയിലുള്ള ആളാരാ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2 നോം ഇൻ R2 അല്ലേ? 2 നോം ഇൻ R2. R2ലെ 2 നോമാണ് ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മോഡ് എക്സ് സ്ക്വയർ പ്ലസ് മോഡ് വൈ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നതോ? യെസ്, അത് നമ്മുടെ 1 നോമാണ്. R2ലെ 1 നോമാണ്. കമ്പോണന്റ് വൈസ് മോഡുലസിന്റെ സം എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ 1 നോമാണ് R2ലെ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒക്കെ എന്താണ്? ബേസിക്കലി R2ലെ നോംസ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ സൂപ്പ് നോം ആണ്, തേർഡ് ഓപ്ഷൻ 2 നോം ആണ്, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഇസ് 1 നോം. അപ്പോൾ ഇവർ 3ഉം R2ലെ നോംസ് ആണ്. അപ്പം നോം അല്ലാത്ത ആളെന്ന് പറയുന്നത് ആരായിരിക്കും? യെസ്, ദിസ് വിൽ ബി ഓപ്ഷൻ ബി. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മോഡ് എക്സ് റൈസ് ടു 1/2 പ്ലസ് മോഡ് വൈ റൈസ് ടു 1/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a Banach space? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Rn, L infinity, Cn ആൻഡ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ബനാക് സ്പേസ്, അഥവാ അതെല്ലാം ബനാക് സ്പേസ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ബനാക് സ്പേസ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതിന് മുന്നേ എന്താണ് ഈ ബനാക് സ്പേസ്? ബനാക് സ്പേസ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഹിൽബർട്ട് സ്പേസിനെ കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ബനാക് സ്പേസ് ഇസ് ആക്ച്വലി കംപ്ലീറ്റ് നോംഡ് സ്പേസ് ആണ്. കംപ്ലീറ്റ് നോംഡ് സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബനാക് സ്പേസ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ നോംഡ് വെക്ടർ സ്പേസും കംപ്ലീറ്റ് ആണ്. എന്താ പറഞ്ഞത്? എവറി ഫൈനൈറ്റ് ഡയമെൻഷണൽ normed vector space is complete ആണല്ലോ. ആൻഡ് ഈ കംപ്ലീറ്റ് നോംഡ് വെക്ടർ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? ബനാക് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ നോംഡ് വെക്ടർ സ്പേസും ആക്ച്വലി എന്തായിരിക്കും? ഒരു ബനാക് സ്പേസ് ആയിരിക്കും. യെസ്, നമുക്കപ്പോൾ എന്ത് കൺക്ലൂഡ് ചെയ്യാം? എവറി ഫൈനൈറ്റ് ഡയമെൻഷണൽ normed vector space is a Banach space. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കാം
എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ നോംഡ് വെക്ടർ സ്പേസും ബനാക് സ്പേസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കിക്കേ, ആർഎന്നും സി എന്നും നമുക്ക് വളരെ പരിചയമുള്ള ഫൈനൈറ്റ് ഡയമെൻഷണൽ നോംഡ് വെക്ടർ സ്പേസസ് ആണ്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ എയും ബനാക് സ്പേസ് ആണ്, ഓപ്ഷൻ സിയും ബനാക് സ്പേസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ വന്നതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. വാട്ട് അബൌട്ട് എൽ ഇൻഫിനിറ്റി? എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്പേസ് ആരാ? എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്പേസ് പരിചയമുണ്ടോ? എൽ ഇൻഫിനിറ്റി, യെസ്, നമുക്കറിയാം എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന. അപ്പൊ ഇവിടെ നമ്മൾ ആർ എന്നും സി എന്നും അപ്പൊ എന്തായി മാറി? ബനാക് സ്പേസസ് ആയി മാറി. ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള അടുത്ത ആളെന്ന് പറയുന്നത് എൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ എൽ ഇൻഫിനിറ്റി ആക്ച്വലി സ്പേസ് എന്തായിരുന്നു? ദിസ് ഇസ് എ സ്പേസ് ഓഫ് ഓൾ ബൗണ്ടഡ് കെ വാല്യൂഡ് സീക്വൻസ് ആണ് അല്ലേ? സ്പേസ് ഓഫ് ഓൾ ബൗണ്ടഡ് കെ വാല്യൂഡ് സീക്വൻസസ്. കെ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആർ ആകാം അല്ലെങ്കിൽ സി ആകാം, അതായത് റിയൽ ഫീൽഡോ കോംപ്ലക്സ് ഫീൽഡോ ആകാം. ഓക്കെ, അതായത് ബൗണ്ടഡ് സീക്വൻസുകളാണ്. ഓക്കെ, അതായത് എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ഈക്വൽ ടു x1 x2 etc. where xi's are from the corresponding field K and അവർ ബൗണ്ടഡ് ആയിരിക്കണം. സുപ്രീമം ഓവർ ഐ മോഡ് എക്സ് ഐ ഇസ് ഓൾവേസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. അതായത് നമ്മുടെ ബൗണ്ടഡ് സീക്വൻസുകളുടെ കളക്ഷനാണ്, ആ ഒരു സ്പേസ് ആണ് ആക്ച്വലി എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എൽ ഇൻഫിനിറ്റി വിത്ത് എൽ ഇൻഫിനിറ്റി നോം എന്ന് പറയുന്നത് ദിസ് ഇസ് എ നോംഡ് ലീനിയർ സ്പേസ്. നോംഡ് ലീനിയർ സ്പേസ് ആണ്. ഓക്കെ, ഇനി അതൊരു ബനാക് സ്പേസ് ആണോ? ബനാക് സ്പേസ് ആണോ? നമുക്കറിയാം എൽ ഇൻഫിനിറ്റിയിലെ എല്ലാ കോഷി സീക്വൻസും എൽ ഇൻഫിനിറ്റിയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ദിസ് ഇസ് എ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ്. ഓക്കെ, അപ്പോൾ എൽ ഇൻഫിനിറ്റി ഈസ് ആക്ച്വലി കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ്. ഓക്കെ, വിച്ച് മീൻസ് എൽ ഇൻഫിനിറ്റി ഈസ് ഓൾസോ എ ബനാക് സ്പേസ്. എൽ ഇൻഫിനിറ്റിയും ഒരു ബനാക് സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ആർ എന്നും സി എന്നും എൽ ഇൻഫിനിറ്റിയും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാ ആൾക്കാരും ബനാക് സ്പേസ് ആണ്. സോ ആൻസർ വരുന്നത് ആൻസർ ഡി, ഓൾ ഓഫ് ദീസ്. ഓക്കെ, അടുത്ത ചോദ്യം. എഫ് ഫ്രം R5 to R is the bounded linear map f of x1 x2 etc. x5 is equal to x1 plus x2 plus 7x3 plus 3x4 plus x5. ഓക്കെ, ഇഫ് R5 is bestowed with 2 norm, അതായത് R5ൽ നമ്മൾ ഇറ്റ് ഇസ് equipped with 2 norm, then norm f is equal to, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് norm f ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കുക. അപ്പോൾ ഈ ചോദ്യം ആക്ച്വലി NVT സീനിയറിൽ 2023 നടന്നിട്ടുള്ള NVT സീനിയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി എഫ് ഫ്രം R5ൽ നിന്ന് ആറിലേക്കാണ്. സോ ആക്ച്വലി ഇതൊരു ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ആണ് അല്ലേ? ഒരു ഫങ്ഷണൽ ലീനിയർ ഫങ്ഷണൽ ആണ്, ആൻഡ് അത് ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് R5 വിത്ത് 2 norm, ഇതാണ് നമ്മുടെ സ്പേസ്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് എഫ് ഓഫ് x1 x2 etc. x5 എന്ന് പറയുന്നത് എന്താണെന്നാ തന്നിട്ടുണ്ടായിരുന്നത്? x1 plus 2x2 plus x1 plus 2x2 plus 7x3 plus 3x4 plus x5 അല്ലേ? 7x3 plus 3x4 plus x5 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം R5 പർട്ടിക്കുലർ കേസാണ്, ഇവിടെ N5 ആവുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ RN വിത്ത് 2 norm എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. അപ്പോൾ ആക്ച്വലി R5 വിത്ത് 2 norm എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. ഇതൊരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. ആൻഡ് മോർ ഓവർ നമ്മൾ പറഞ്ഞു നമ്മുടെ എഫ് എന്ന് പറയുന്ന ആൾ ആക്ച്വലി അതൊരു ലീനിയർ ഫങ്ഷണലുമാണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസും ഉണ്ട്, ലീനിയർ ഫങ്ഷണലും ആണ്. ഓക്കെ, നമ്മുടെ സ്പേസ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസും ആണ്, അവിടുത്തെ മാപ്പിംഗ് ആക്ച്വലി ഒരു ലീനിയർ ഫങ്ഷണലും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് റേസ് റെപ്രസെൻറ്റേഷൻ തിയറം. റേസ് റെപ്രസെൻറ്റേഷൻ തിയറം, റേസ് റെപ്രസെൻറ്റേഷൻ തിയറം.
അപ്പോൾ റേസ് റെപ്രസെൻറ്റേഷൻ തിയറം ഉപയോഗിച്ച് നമുക്കിവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ മാപ്പിംഗ് എഫിൻ്റെ നമ്മുടെ ബൗണ്ടഡ് ലീനിയർ മാപ്പായിട്ടുള്ള നമ്മൾ ലീനിയർ ഫംഗ്ഷണൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എഫ് എന്ന് പറയുന്ന ലീനിയർ ഫംഗ്ഷണലിൻ്റെ നോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ആക്ച്വലി റേസ് റെപ്രസെൻറ്റേഷൻ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേസ് റെപ്രസെൻറ്റേഷൻ തിയറം പ്രകാരം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ R5-ലായതുകൊണ്ട് there exists a representer. ഓക്കെ, ആ റെപ്രസെൻറ്ററിനെ സപ്പോസ് ഞാൻ RF എന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റർ സം A1, A2, A3, A4, A5 belongs to R5. Okay, such that f of x1, x2, x3, x4, x5 is equal to a1 x1 plus a2 x2 plus a3 x3 plus a4 x4 plus a5 x5 where norm f is equal to ഇവിടുത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നോം എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2 നോം ആണ് അല്ലേ. R5 equipped with 2 നോം ആണ്. ഓക്കെ, ദിസ് വിൽ ബി 2 നോം ഓഫ് ദ റെപ്രസെൻറ്റർ. ഓക്കെ, ഇതാണ് റേസ് റെപ്രസെൻറ്റേഷൻ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ആക്ച്വലി ഇവിടെ നമ്മുടെ റെപ്രസെൻറ്റർ RF എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ഈ മാപ്പിങ്ങിൽ തന്നിരിക്കുന്ന ഈ കോഎഫിഷ്യൻസ്, അതായത് x1 plus 2x2 plus 7x3 plus 3x4 plus x5 എന്ന് പറഞ്ഞപ്പം ഈ x1, x2, x3, x4, x5ൻ്റെ കോഎഫിഷ്യൻസ്, ഓക്കെ, അവരൊരു 5 ടപ്പിൾ ആയിരിക്കും, R5-ലെ ഒരു മെമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കോഎഫിഷ്യൻസിനെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി 1 2 7 3 1 ആണല്ലോ. 1 2 7 3 1. ഓക്കെ, അപ്പം ഇയാളെ വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റർ എന്ന്. ഇയാൾ നമ്മുടെ R5-ലെ ഒരാളാണ്. അപ്പം നോം എഫ് എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി 2 നോം ഓഫ് RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളിവിടെ 2 നോം കണ്ടുപിടിക്കുക? യെസ്, നോം എഫ് എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് മോഡുലസ് ആണ് എടുക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം എല്ലാ വാല്യൂസും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് തന്നെയല്ലേ. അപ്പം നമ്മൾ എഴുതുകയാണെങ്കിൽ മോഡുലസ് ഓഫ് 1 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് 2 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് 7 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് 3 സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് 1 സ്ക്വയർ, which is actually square root of 1 plus 4 plus 49 plus 9 plus 1. ഇത് എത്രയാ? This is 64, root 64, which is 8. നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എടുക്കുക. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A8 ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റേസ് റെപ്രസെൻറ്റേഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവിടെ നമ്മൾ ആരെയാണ് ഉപയോഗിക്കേണ്ടത്? റേസ് റെപ്രസെൻറ്റേഷൻ തിയറമാണ്. അപ്പോൾ റേസ് റെപ്രസെൻറ്റേഷൻ തിയറം പ്രകാരം നമുക്കൊരു യൂണീക്ക് റെപ്രസെൻറ്റർ ഉണ്ടാകും. ഓക്കെ, ആൻഡ് ആ റെപ്രസെൻറ്ററിൻ്റെ നോം ആയിരിക്കും നമ്മുടെ ഈ മാപ്പിങ്ങിൻ്റെ നോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദ നോംസ് നോം 1, അതായത് 1 നോം, 2 നോം ആൻഡ് സൂപ്പ് നോം ഓൺ R3 where R is a space of all real numbers. For x belongs to R3, which one of the following is not true? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു കമ്പാരിസൺ ആണ് ഈ നോംസ് തമ്മിൽ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R3-ലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? എത്ര കമ്പോണൻസ് ഉണ്ടാകും R3-ലെ എലമെൻറ്റ്സിന്? x belongs to R3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x will be some x1, x2, x3 ആണല്ലോ. 3 ടപ്പിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ R3-ലെ ഏതൊക്കെ നോംസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? 1 നോം ഉണ്ട്, 2 നോം ഉണ്ട്, സൂപ്പ് നോം ഉണ്ട്. അത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് ആക്ച്വലി മോഡുലസ് ഓഫ് x1 പ്ലസ് മോഡുലസ് ഓഫ് x2 പ്ലസ് മോഡുലസ് ഓഫ് x3. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2 നോമിനെ പറ്റിയാണ്, പിന്നെ സൂപ്പ് നോമും. അപ്പോൾ R3-ലെ 2 നോം എന്താണ് ആക്ച്വലി? അപ്പോൾ ഞാനിവിടെ R3-ലെ 2 നോം എഴുതിയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി മോഡ് x1 സ്ക്വയർ പ്ലസ് മോഡ് x2 സ്ക്വയർ പ്ലസ് മോഡ് x3 സ്ക്വയർ, അതിൻ്റെ അണ്ടർ റൂട്ട്, അതായത് ഹോൾ റേസ് ടു 1/2. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് സൂപ്പ് നോം ഹിയർ? ഇവിടുത്തെ സൂപ്പ് നോം എന്താ? സൂപ്പ് നോം, അതായത്
സൂപ്പ് നോം എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി മാക്സിമം ഓഫ് mod x1, mod x2 ആൻഡ് mod x3. ഇതാണ് സൂപ്പ് നോം. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഇതിൽ ചിലതിനൊക്കെ കൂടെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് വലുത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോം x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം, 2 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് 1 നോം, √2 ടൈംസ് 2 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് സൂപ്പ് നോം, √3 times 2 norm less than or equal to 3 times soup norm, and 1 norm is less than or equal to 3 times soup norm. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ചോദ്യം കൃത്യമായിട്ട് വായിക്കണേ. അപ്പോൾ നമുക്ക് ഇവരെ പറ്റി നമ്മുടെ ഈ R3-ലെ ഈ 1 norm 2 norm സൂപ്പ് നോമിനെ പറ്റി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ നമുക്ക് പൊതുവേ നമുക്കറിയാം 2 norm is always less than or equal to 1 norm ആണല്ലോ. അപ്പം നമുക്കറിയാം ഏറ്റവും ചെറിയ ആള് സൂപ്പ് നോം ആണ്. സോ സൂപ്പ് നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം ആണെന്ന് നമുക്കറിയാം ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു പാർട്ട് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പാർട്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് 1 നോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കുമോ? എടോ 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം ആൻഡ് 1 നോം എന്താണെങ്കിലും 2 ടൈംസ് 1 നോമിനെക്കാട്ടിലും ചെറുതായിരിക്കില്ലേ? 1 നോമിൻ്റെ 2 ടൈംസിനെക്കാട്ടിലും ചെറുതായിരിക്കില്ലേ 1 നോം? അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇതിലെ ഫസ്റ്റ് ആളെയും ലാസ്റ്റ് ആളെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് 1 നോം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന ആൾ ആക്ച്വലി ആ ഇനീക്വാലിറ്റി കറക്റ്റാണ്. കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആൻസർ ആവില്ല. നമ്മളോട് തെറ്റ് ചെയ്താന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ എടുത്ത് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ നമുക്ക് എളുപ്പത്തിൽ കിട്ടി. നമുക്ക് ഇവിടുത്തെ നോംസിനെ പറ്റി അറിയുന്ന ഒരു കാര്യമാണ് അതിൽ ആരാണ് ചെറുത് ആരാണ് വലുതെന്ന്. ഓക്കെ, ആൻഡ് ഇനി നമ്മളെല്ലാവരെയും അല്ലാതെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പം നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, നോം എക്സ് അതായത് ക്യൂ നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n raised to 1 by p minus 1 by q times q norm. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ക്യൂ നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി നോം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n raised to 1 by p minus 1 by q times q norm. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പോർഷൻ പരിഗണിക്കാം. പി നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പി നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n raised to 1 by p minus 1 by q നോം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇപ്പം നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കിക്കേ. മൂന്നാമത്തെ ഓപ്ഷനിൽ 2 നോമും സൂപ്പ് നോമും ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പി ആയിട്ട് 2ഉം ക്യൂ ആയിട്ട് ഇൻഫിനിറ്റി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ടിൽ കൊടുത്ത് നോക്കിക്കേ. 2 നോം പി ആയിട്ട് 2 കൊടുത്തു. 2 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഇവിടെ എത്രയാ? R3യിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ n is 3. അപ്പോൾ 3 raised to 1 by 2 minus 1 by infinity q നോം ആണല്ലോ. അപ്പോൾ 3 raised to 1 by 2 minus 1 by infinity. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 raised to 1 by 2 minus 1 by infinity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. 1 by 2 minus 0 1 by 2. അപ്പോൾ 3 raised to 1 by 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ √3 അല്ലേ. √3 ടൈംസ് ക്യൂ നോം എന്ന് കിട്ടും. √3 ടൈംസ് ക്യൂ നോം എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ സി നോക്കിക്കേ. √3 ടൈംസ് 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ടൈംസ് സൂപ്പ് നോം എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ക്യൂ നോം അല്ല, ആക്ച്വലി നമുക്ക് അവിടെ ക്യൂവിന് നമ്മൾ വാല്യൂ കൊടുത്താൽ അത് സൂപ്പ് നോം ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ടല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ കിട്ടിയ ആളെ √3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആളെ നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
This will become root 3 times 2 norm is less than or equal to root 3 into root 3, 3. 3 times soup norm. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിക്കേ, അതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കിടക്കുന്ന ആൾ. സോ ഈ ഇനീക്വാലിറ്റിയും ശരിയാണ്, അതുകൊണ്ട് തന്നെ അതും നമ്മുടെ ആൻസർ ആവില്ല. ഓക്കെ, അപ്പോൾ ഇതേ റിസൾട്ട് നിങ്ങൾ നാലാമത്തെ ഓപ്ഷനിൽ പി ആയിട്ട് 1ഉം ക്യൂ ആയിട്ട് ഇൻഫിനിറ്റി ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ പി ആയിട്ട് 1ഉം ക്യൂ ആയിട്ട് ഇൻഫിനിറ്റിയും, എന്നിവിടെ ആരാ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൊടുത്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പി നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n raised to 1/p minus 1/q, ക്യൂ നോം എന്നല്ലേ. അപ്പം 1 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 raised to 1/1 minus 1/infinity സൂപ്പ് നോം. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 1 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 raised to 1/1 minus 1/infinity. 1/infinity 0 ആണ്, and 3 raised to 1/1 എന്ന് പറഞ്ഞാൽ which is 3 itself, less than or equal to 3 times soup norm. 3 times soup norm. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഡി ഒന്ന് നോക്കിക്കേ. യെസ്, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇനീക്വാലിറ്റിയും ശരിയാണ്, അതുകൊണ്ട് ഓപ്ഷൻ ഡിയും എന്താണ്, തെറ്റാണ്. അപ്പോൾ ആൻസർ ആയിട്ട് ഒരു ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ 2 നോമും സൂപ്പ് നോമും തമ്മിലാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പി ആയിട്ട് 2ഉം ക്യൂ ആയിട്ട് ഇൻഫിനിറ്റി നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക. ഓപ്ഷൻ 2ൽ പി ആയിട്ട് 2ഉം ക്യൂ ആയിട്ട് ഇൻഫിനിറ്റിയും കൊടുത്തു നോക്കുക. ഓക്കെ, അപ്പോൾ പി നോം, ഓക്കെ, 2 നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 raised to 1/2 minus 1/infinity സൂപ്പ് നോം എന്ന് വരുമല്ലോ. അപ്പോൾ 2 നോം ഇസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 raised to 1/2 minus 1/infinity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/infinity 0 ആണ്. അപ്പോൾ 3 raised to 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി റൂട്ട് 3. അപ്പോൾ റൂട്ട് 3 ടൈംസ് സൂപ്പ് നോം വരും. ഓക്കെ, ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യനിൽ ആക്ച്വലി റൂട്ട് 2 ടൈംസ് 2 നോം എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ റൂട്ട് 2 ടൈംസ് 2 നോം നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ. റൂട്ട് 2 ടൈംസ് 2 നോം എടുക്കുമ്പം റൂട്ട് 2 ടൈംസ് 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, രണ്ട് സൈഡിലും റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ആര് വരും? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 സൂപ്പ് നോം എന്ന് വരും. ഓക്കെ, സോ റൂട്ട് 2 നോം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്ച്വലി റൂട്ട് 6 സൂപ്പ് നോം എന്നാണ് കിട്ടുക. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഓപ്ഷനിൽ നമുക്ക് കാണാം ദിസ് ഇസ് 2 ടൈംസ് സൂപ്പ് നോം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടുന്നില്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. അതുകൊണ്ട് തന്നെ, അതായത് ആ ഇനീക്വാലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്ന ആൾ ആക്ച്വലി ആരായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ ഈ ഫംഗ്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന മൊഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ, താങ്ക് യു.